ഗ്രേപ്സ് വൈൻ എങ്ങനെയാണ് ഇടുന്നത്? ആദ്യം നമ്മൾ ഗ്രേപ്സ് എടുക്കുക, നന്നായിട്ട് കഴുകി വാലയ്ക്ക് വെച്ച് ഒരു കോട്ടൺ തുണിയിലിട്ട് ഡ്രൈ ആക്കി എടുക്കുക. അതിൻ്റെ കൂടെ ജാർ എടുക്കുക, ജാറ് നന്നായിട്ട് കഴുകി ഡ്രൈ ആക്കിയ ജാർ എടുക്കുക. പിന്നെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു 10 ഏലയ്ക്ക, 15 ഗ്രാമ്പു, ഒരു പീസ് കറുവാപ്പട്ട, ഒരല്പം ഈസ്റ്റ്, 1/2 ടീസ്പൂൺ ഈസ്റ്റ് എടുക്കുക. ക്ലിയർ ആയെന്ന് എനിക്ക് തോന്നുന്നു. 10 ഏലയ്ക്ക, 15 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് കറുവാപ്പട്ട, ഒരല്പം ഈസ്റ്റ്. ഇതിന് കൂടെ വേണ്ടത് നമുക്ക് വൈറ്റ് ഷുഗർ, പിന്നെ കുറച്ച് തിളപ്പിച്ചാറിച്ച ചൂടുവെള്ളം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണിത്. നന്നായി കഴുകി ഡ്രൈ ആക്കിയ ഗ്ലാസ് ജാറിലേക്ക് ഞാൻ മുന്തിരിങ്ങ ഇടുന്നു. ഗ്രേപ്സ് ജാറിലേക്ക് ഇടുന്നു. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഈ മുന്തിരിങ്ങ ആൻഡ് ഷുഗറിൻ്റെ റേഷ്യോ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 കിലോ മുന്തിരിങ്ങയ്ക്ക് 2 കിലോ വൈറ്റ് ഷുഗർ വേണം. എങ്ങനെ? 2 കിലോ മുന്തിരിങ്ങയ്ക്ക് 2 കിലോ വൈറ്റ് ഷുഗർ. അപ്പോൾ 1 കിലോ മുന്തിരിങ്ങ ഇടുമ്പോൾ 1 കിലോ വൈറ്റ് ഷുഗർ മതി. ഇത് ചിലവർക്ക് മധുരം കുറവ് മതിയെങ്കിൽ 2 കിലോയ്ക്ക് 1.25 ഇട്ടാലും മതിയാകും. അപ്പോൾ ആദ്യം നമ്മൾ മുന്തിരിങ്ങ ജാറിലേക്ക് ഇടുന്നു. ഇപ്പം ഞാനിവിടെ 2 കിലോ മുന്തിരിങ്ങയാണ് വൈനിടാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് ശേഷം 2 കിലോ ഇട്ടതിന് ശേഷം നമ്മൾ 2 കിലോ വൈറ്റ് ഷുഗർ ഇതിലിടുക. അതിനുശേഷം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയ ഗ്രാമ്പു, ഏലയ്ക്ക, കറുവാപ്പട്ട, അതിൻ്റെ കൂടെ ഈസ്റ്റും ഇടുക. ഇതിപ്പോൾ ഞാൻ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു, അതായത് മുന്തിരിങ്ങ ഇട്ടു. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വൈറ്റ് ഷുഗർ ഇടുന്നു. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏലയ്ക്ക, ഗ്രാമ്പു, പട്ട, ഇത് 3 ഇടുന്നു. അതിനുശേഷം 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇടുന്നു. അതിനുശേഷം നമ്മൾ തിളപ്പിച്ചാറിച്ചു വെച്ച വെള്ളം ഒഴിക്കുന്നു. പിന്നെ നന്നായിട്ട് ഇളക്കുന്നു. ഇത് വൈനായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 21 ദിവസം നമുക്ക് അടച്ചു വെക്കണം. അപ്പോൾ ഇത് ഞാൻ